الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولى عن مولى شيئا يوم لا يغني مولى عن مولى شيئا ولا هم ينصرون إلا من رحم الله إنه هو العزيز الرحيم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിൽപ്പെട്ട ദുൽഹജ്ജ് മാസത്തെ ആദ്യത്തെ 10 ദിനങ്ങളിലെ 9-ാം ദിനത്തിൽ നോമ്പനുഷ്ഠിച്ചവരായി അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ജുമഅക്ക് വേണ്ടി നാം സമ്മേളിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ദിനങ്ങളിൽ നാം ചെയ്ത എല്ലാ അമലുകളും പൂർണ്ണമായും പ്രതിഫലം നൽകി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും പോരായ്മകളും ന്യൂനതകളും കുറവുകളും ഉണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അതെല്ലാം നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് പൂർണ്ണമായും പ്രതിഫലം നൽകുന്ന അമലുകളായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. മീഖാത്ത് എന്ന പദം പരിശുദ്ധ ഖുർആനിൽ 7 തവണ ആവർത്തിച്ച ഒരു പദമാണ്. നമുക്കെല്ലാവർക്കും കേട്ടു പരിചയമുള്ള ഒരു അറബി പദമാണ് മീഖാത്ത്. ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം. അത് അതിൻ്റെ റുക്നിൽപ്പെട്ടതാണ്, അഥവാ നിർബന്ധമായ ഘടകങ്ങളിൽപ്പെട്ടതാണ് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. അങ്ങനെയാണ് നമുക്കെല്ലാം ആ പദം പരിചയമുള്ളത്. ഇത് ചില പ്രധാന അർത്ഥങ്ങളിൽ, ഉദ്ദേശങ്ങളിലാണ് പ്രയോഗിച്ചു വരാറുള്ളത്. മീഖാത്ത് എന്ന് പറഞ്ഞാൽ അൽ വക്തുൽ മദ്റൂബ് ലിൽ ഫിഅൽ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയം എന്ന അർത്ഥത്തിൽ മീഖാത്ത് പറയുന്നു. മറ്റൊരർത്ഥം അൽ മൗദിഉ അല്ലദീ ജുഇല ലിശ്ശൈഇ യുഫ്അലു ഇൻദഹു,
ഒരു കാര്യം അത് ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലം, അതിന് മീഖാത്ത് എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം പറയുമ്പോൾ ചില സ്ഥലത്ത് ഈ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. മൂസാ നബിക്ക് വേദഗ്രന്ഥം ലഭിക്കാൻ, തൗറാത്ത് ലഭിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ടായിരുന്നു. 30 ദിവസം, പിന്നെ 10 ദിവസം, അങ്ങനെ 40 ദിവസം. അത് ഖുർആൻ്റെ ഒരു പ്രയോഗമാണ്. വഅദ്നാ മൂസ 30 ലൈലത്തൻ വഅത്മംനാഹ ബിഅശ്രിൻ. 30 ദിവസം അള്ളാഹു നിശ്ചയിച്ചു, എന്നിട്ട് 10 പൂർത്തിയാക്കാൻ 40. ഫതമ്മ മീഖാത്തു റബ്ബിഹി. അങ്ങനെ തൻ്റെ റബ്ബിൻ്റെ ആ മീഖാത്ത് അദ്ദേഹം പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ ആ മീഖാത്ത് ആ പറഞ്ഞ 40 ദിവസമാണ്. വേറെയും ഒരു സ്ഥലത്ത് കാണാം, വലമ്മ ജഅ മൂസാ ലി മീഖാത്തിന വകല്ലമഹു റബ്ബഹു. 40 ദിവസം പൂർത്തിയാക്കി, നമ്മുടെ ആ നിശ്ചയിച്ച സമയം മീഖാത്ത് പൂർത്തിയാക്കി മൂസ വന്നപ്പോൾ തൻ്റെ റബ്ബിനോട് സംസാരിച്ചു എന്ന് കാണാം. മറ്റൊരു സ്ഥലം 70 ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മൂസാനോട് അല്ലാഹു കൽപ്പിച്ച സംഭവം പറയുന്നുണ്ട്. വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാത്തിന. നമ്മുടെ ആ നിശ്ചിത സമയത്തേക്ക് 40 പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മൂസാ നബിയോട് അല്ലാഹു കൽപ്പിച്ച സംഭവം പറയുന്നു. 2 അഭിപ്രായമുണ്ട്. ഒന്ന് തൗറാത്ത് വാങ്ങാൻ പോയ സമയം തന്നെയാണ്. മറ്റൊന്ന് പശുക്കുട്ടി ആരാധിച്ചതിന് ശേഷമുണ്ടായ ചില വിഷയങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് 40 ആളെ കൂട്ടി ചെല്ലാൻ വേണ്ടി, 70 ആളെ കൂട്ടി ചെല്ലാൻ വേണ്ടി പറഞ്ഞ സംഭവമാണ് എന്നും പറയുന്നുണ്ട്. അവിടെയും ലി മീഖാത്തിന എന്നാ പറഞ്ഞത്, നിശ്ചിത സമയമാണ്. സൂറത്ത് ആറാഫിലെ 142, 43, 155 ആയത്തുകൾ ഈ സംഭവം കാണാം. എന്നാൽ മറ്റൊരു സംഭവം മൂസാ നബിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ജാലവിദ്യക്കാരെ, സാഹിറുകളെ ഒരുമിച്ച് കൂട്ടി ആ അത്ഭുതമാരമായ ഒരു പരിശുദ്ധ ഖുർആനിലെ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഫിർഔൻ്റെ കൊട്ടാരത്തിൽ ഈ സാഹിറുകളും അവിടെ ഉണ്ടായിരുന്ന ദൃസാക്ഷികളൊക്കെ മൂസാ നബിയിൽ വിശ്വസിച്ചൊരു സംഭവം പറയുന്നുണ്ട്. അവിടെ ആ സംഭവത്തിന് ഒരു ഡേറ്റ് നിശ്ചയിച്ചു, സമയം നിശ്ചയിച്ചു. ആ സംഭവം പറയുമ്പോൾ ഫജുമിഅ അസ്സഹറത്തു ലിമീഖാത്തി യൗമിൻ മഅലൂം. നിശ്ചയിക്കപ്പെട്ട, അറിയപ്പെട്ട ഒരു ദിവസത്തിലെ ഒരു നിശ്ചിത സമയത്തേക്ക് ഈ ജാലവിദ്യക്കാർ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അവിടെ മീഖാത്ത് എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് ഒരു നിശ്ചിത സ്ഥലം, നിശ്ചിത സമയം എന്ന അർത്ഥത്തിനാണ് ഇവിടെ ഈ മീഖാത്ത് എന്ന് ഖുർആനിൽ പ്രയോഗിച്ചത്. ഇനി ആഖിറവുമായി ബന്ധപ്പെട്ട് മീഖാത്ത് പറയുന്നു. മീഖാത്തുൽ ഖൽഖി മൗഇദുഹും. സൃഷ്ടികളുടെ, അവരുടെ രണ്ടാമത്തെ സൃഷ്ടിപ്പും അവരുടെ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു നിശ്ചിത സമയവും. ഹിലാലുമായി ബന്ധപ്പെട്ട് മീഖാത്ത് പറയുന്നത് കാണാം. അതെങ്ങനെയാണ്? മീഖാത്തു ഷഹരി അവ്വലുഹു, ഒരു മാസത്തിൻ്റെ തുടക്കം. ഖുർആനിൽ കാണാം, യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. മീഖാത്തിൻ്റെ ബഹുവചനമാണ് മവാഖീത്ത്. ജനങ്ങൾ ആവശ്യത്തിനും ഹജ്ജിനുമുള്ള കാലനിർണിതമായ ഒരു കാലനിർണയമാണ്. അതാണ് മവാഖീത്താണ് ഈ അഹില്ലത്ത് എന്ന് പറയുന്നത് കാണാം. ഇനി പ്രയോഗമുണ്ട്, ബലഗൽ മീഖാത്ത് എന്ന് പറയും അറബിയിൽ. ബലഗൽ മീഖാത്ത് എന്ന് പറഞ്ഞാൽ, മീഖാത്ത് എത്തി എന്ന് പറഞ്ഞാൽ യുഷീറു ഇലാ ഹലാക്കിൽ ഇൻസാനി വ മൗത്തുഹു, അവൻ്റെ നാശമെടുത്തു, സമയമെടുത്തു, അതിന് മീഖാത്ത് എന്ന് പറയും. മവാഖീത്തുൽ അക്ലാം എന്ന് പറഞ്ഞാൽ, കലമറ പേനയാണ്. മവാഖീത്തുൽ അക്ലാം എന്ന് പറഞ്ഞാൽ സഅത്തുൽ അമലി ഫിൽ മക്തബ്, ഒരു ഓഫീസിലൊക്കെ അതിൻ്റെ ഡ്യൂട്ടി തുടങ്ങുക, ജോലി, എൻ്റെ പേന ചലിപ്പിച്ച് തുടങ്ങുക, ആ സമയത്തിന് പറയും. എന്നാൽ മവാഖീത്തുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ മീഖാത്ത്, അൽ അമാക്കിനല്ലത്തി തബ്ദഉ ഫിഹാ മനാസികു വ മവാദിഉ ഇഹ്റാമുൽ ഹജ്ജ്. അത് അവിടെ പറഞ്ഞ മീഖാത്ത് ഹജ്ജിൻ്റെ മനസ്സക്കുകൾ, മനാസിക്, അതിൻ്റെ കർമ്മങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി നിശ്ചയിച്ച് വെച്ചൊരു സമയം, അതിനുള്ള സ്ഥലം, അതാണ് മീഖാത്ത്. അപ്പോൾ മീഖാത്ത് എന്ന വാക്ക് ഇനി നമ്മൾ മറക്കരുത്. മീഖാത്ത് എന്ന വാക്ക് നമ്മുടെ മനസ്സിൽ അത് ഉറപ്പിച്ച് വെക്കണം. അതെന്തിനാണെന്നറിയോ? ഇനി ഞാൻ പറയാൻ പോകുന്ന ഖുർആനിലെ 3 സ്ഥലത്ത് പറഞ്ഞ, അപ്പോൾ 7 സ്ഥലത്താണ് മീഖാത്ത് വന്നത്, അല്ലെങ്കിൽ 4 സ്ഥലം നമ്മൾ പറഞ്ഞു.
ഇനി ഒരു 3 സ്ഥലത്ത് ആവർത്തിച്ച മീഖാത്തുണ്ട്. ആ മീഖാത്ത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം. എന്താണ് ആ മീഖാത്ത്? ഒരു ആള് കഅബയെ ലക്ഷ്യം വെച്ച് പുറപ്പെടലാണ് ഹജ്ജ്. ഹജ്ജ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു എന്നാണ്. വമൻ ഹജ്ജൽ ബൈത്ത, അൽ ബൈത്ത് കഅബയാണ്. കഅബയെ ലക്ഷ്യം വെച്ച് പുറപ്പെടുന്നതിനാണ് ഹജ്ജ് എന്ന് പറയാം. ഹജ്ജ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കഅബയെ ഉദ്ദേശിക്കുന്നതിനാണ് ഹജ്ജ് എന്ന് പറയാം. വമൻ ഹജ്ജൽ ബൈത്ത അവി തമറ എന്നൊക്കെ പറയും. എന്താണ് ആ ഉദ്ദേശം? ഒരാൾ ഹജ്ജിന് വേണ്ടി ഒരാൾ സാമ്പത്തികമായൊക്കെ അയാൾക്ക് ഹജ്ജിനുള്ള അവസ്ഥയൊക്കെ ഉണ്ടായി. ഒരാൾക്ക് നിർബന്ധമാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 5ാമത്തേതാണ് ഹജ്ജ്. അപ്പോൾ ഒരാൾ ഹജ്ജിന് വേണ്ടി ഉദ്ദേശിക്കൽ എപ്പോഴാണ്? ഒന്നാമതായി മക്കത്ത് പോയി ഹജ്ജ് ചെയ്ത് വരാനുള്ള പൈസ അയാളെ കയ്യിൽ വേണം, ഒരാളെ കയ്യിൽ വേണം. പിന്നെ പൈസ ഉണ്ടായാലും പോരാ, ആരോഗ്യം വേണം. ഇതൊക്കെ ഒരാളാണ് ഹജ്ജിന് വേണ്ടി ഉദ്ദേശിക്കുക. എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായിട്ടും ഉദ്ദേശിക്കാത്ത ആൾക്കാരില്ലേ? ഇതൊക്കെ ഉണ്ടായിട്ട് ഉദ്ദേശിക്കാത്ത ആളുണ്ട്, കഅബയെ ഉദ്ദേശിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആ ഉദ്ദേശം അയാളെ മനസ്സിൽ തോന്നുക, എനിക്ക് ഹജ്ജിന് പോകണം, പൈസ കെട്ടണം എന്ന് തോന്നുന്നത് ഏത് സമയത്താണ്? അയാളെ പാപങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. പടച്ചോനെ, ഞാൻ ഇത്രയും കാലം ജീവിച്ചു, ഇനി എനിക്ക് സ്വർഗം കിട്ടാൻ ആലോചിക്കണം. സ്വർഗത്തിന് മുന്നിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന സംഗതി എന്താണ്? ഇത്രയും കാലം നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഇത്രയും കാലം ജീവിച്ചതാണ് പടച്ചോനെ എനിക്ക് സ്വർഗം നഷ്ടപ്പെടാൻ കാരണമാവുക. കാരണം ആ ജീവിതകാലത്ത് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്, തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഉമ്മ പ്രസവിച്ച ദിവസം തന്നെ ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിലല്ലേ പടച്ചോനെ ആവുക? ഇപ്പം ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്നുള്ളതിൻ്റെ മുന്നിലുള്ള തടസ്സം, പേടി എന്താണ്? ഇത്രയും കാലം നമ്മൾ ജീവിച്ചതാണ്. ഈ ചിന്തയാണ് ഒരാൾക്ക് ഹജ്ജിന് പോകാൻ അയാൾ ഉദ്ദേശിക്കുന്നത്. തിന്മകളാണ്, പാപങ്ങളാണ്. അപ്പോൾ അയാൾക്ക് എന്ത് വേണം? ഇനിയും അവസരമുണ്ട്. അയാൾ മരിക്കുകയാണെങ്കിൽ ജനിച്ച ദിവസം, ഉമ്മ അയാളെ പ്രസവിച്ച ദിവസം തന്നെ അയാൾ മരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ ഉള്ള അവസ്ഥയിൽ മരിക്കാനുള്ള ഒരു അവസരമാണ് അള്ളാഹു കൊടുത്തത് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഒരു മനുഷ്യന് ഹജ്ജിനെപ്പറ്റി ചിന്തിക്കുക. ഹജ്ജിലെ എല്ലാ കർമ്മങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ പറയും ഹജ്ജ് മഖ്ബൂലും മബ്റൂറും ആകണമെന്ന് പറയും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ അതിൻ്റെ അർത്ഥം പോലും അറിയാം, എന്നാൽ നമ്മളങ്ങനെ പറയും. എന്താണ് മഖ്ബൂൽ മബ്റൂർ? അത് ഹജ്ജ് മാത്രമാണോ? മഖ്ബൂൽ എന്ന് പറയാം അള്ളാഹ് സ്വീകരിക്കണം ഹജ്ജാകണം. പോയി വന്നിട്ട് കാര്യമില്ല, ഹാജി എന്നുള്ള പേര് കിട്ടിയിട്ട് കാര്യമില്ല. സൗദി അറേബ്യ കണ്ട് ജിദ്ദ ഇറങ്ങി മദീനത്ത് പോയി തിരിച്ചു വന്നിട്ട് കാര്യമില്ല. പാസ്പോർട്ടിൽ എമിഗ്രേഷനിൽ സൗദി അറേബ്യൻ്റെ സീല് വീണത് കൊണ്ട് കാര്യമില്ല. പിന്നെ എന്ത് വേണം? ഈ ചെയ്ത ഹജ്ജ് മഖ്ബൂലാകണം, പടച്ചോൻ കബൂൽ ചെയ്യണം. മബ്റൂർ എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുന്നതാകണം. എന്താണ് അങ്ങനെ പറയാം? അപ്പം മബ്റൂർ അല്ലാത്ത ഹജ്ജ് ഉണ്ടല്ലോ, മബ്റൂർ അല്ലാത്ത ഹജ്ജ് ഉണ്ടല്ലോ, മഖ്ബൂൽ അല്ലാത്ത ഹജ്ജ് ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഹജ്ജ് മഖ്ബൂലും മബ്റൂറും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കണത്. ഇത് ഹജ്ജ് മാത്രമാണോ? എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ്. ഇത് മഖ്ബൂലും മബ്റൂറും ആകണമെങ്കിൽ സഹോദരങ്ങളെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഹജ്ജ് മാത്രമല്ല, ഇപ്പം നമ്മൾ ഹജ്ജിൻ്റെ സമയമായതുകൊണ്ട് ഇത് പറയാം. നമ്മളെ എല്ലാ കാര്യം, നിസ്കാരവും നോമ്പും എല്ലാ കാര്യങ്ങളും എല്ലാം മഖ്ബൂലും മബ്റൂറും ആകണം. അള്ളാഹ് കബൂൽ ചെയ്യുന്നതാകണം, പ്രതിഫലം കിട്ടുന്നതാകണം. അതാകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണം. ഏതാണ് ആ മാനസികാവസ്ഥ? അതാണ് ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്തുഹും അജ്മഈൻ. ഒന്ന് നബയിലെ ആയത്താണ്, ഒന്ന് ദുഹാനിലെ ആയത്താണ്. എന്താണ് ഇന്ന യൗമൽ ഫസ്ൽ? തീരുമാനത്തിൻ്റെ ദിവസം. കാന മീഖാത്ത, അത് സമയവും സ്ഥലവും നിശ്ചയിക്കപ്പെട്ടതാണ്. മീഖാത്ത് തീരുമാനത്തിൻ്റെ ദിവസം, യൗമുൽ ഫസ്ൽ. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്തുഹും അജ്മഈൻ. തീർച്ചയായും ആ നിർണായകമായ തീരുമാനത്തിൻ്റെ ദിവസമാകുന്നു അവർക്കെല്ലാവർക്കുമുള്ളത്. അത് മീഖാത്താണ്, നിശ്ചിത സമയമാണ്. എപ്പോഴാണ് തീരുമാനമാകുക സഹോദരങ്ങളെ? നമ്മൾ ഈ ലോകത്ത് നിന്ന് ഉള്ളതൊക്കെ ഇട്ടേച്ച് പോകണ ഒരു സമയമുണ്ട്, ഒരു സ്ഥലമുണ്ട്. അതാണ് യൗമുൽ ഫസ്ൽ. നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം പടച്ചോൻ എടുക്കും.
ആ തീരുമാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഹജ്ജിന് ഇറങ്ങി പുറപ്പെടാനുള്ള കാരണം എന്ന് ഞാൻ പറഞ്ഞു. അത് ഹജ്ജിന് ഇറങ്ങി പുറപ്പെടാൻ മാത്രമല്ല, വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പള്ളിക്ക് ഇറങ്ങി പുറപ്പെടാൻ, അങ്ങാടിയിൽ ബാങ്ക് കൊടുത്ത പള്ളിക്ക് വരാൻ, നോമ്പനുഷ്ഠിക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കേണ്ട കാര്യമാണ് ഈ മീഖാത്ത്. അത് മീഖാത്താണ്, യൗമുൽ ഫസ്ൽ മീഖാത്താണ് എന്ന ചിന്ത. അല്ലാഹു തആല സൂറത്ത് നബയിൽ എല്ലാവർക്കും കാണാപ്പാടുള്ള ആയത്താണ്. നമ്മളെ ജീവിതം, ഇപ്പം നമ്മൾ ജീവിക്കുന്ന ജീവിതം, നമ്മൾ എഴുന്നേൽക്കുന്നു, നമ്മളെ വീട് നേരം പുലരുന്നു, വൈകുന്നേരം ആകുന്നു, കുടുംബം, മക്കൾ, ഈ രംഗം ഇങ്ങനെ അല്ലാഹ് പറയാ, അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ തൊട്ടിലാക്കിയില്ലേ, വൽ ജിബാല ഔത്താദ, ഈ ഭൂമി ഇങ്ങനെ ഇളകിയാൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് ആണിയാക്കി പർവ്വതത്തെ, വഖലഖനാക്കും മസ്വാജ, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇണകളാക്കി ഭാര്യയും മക്കളും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നു. വജഅൽനാ നൗമക്കും സുബാത്ത, ഉറക്കത്തെ വിശ്രമമാക്കി തന്നു. ഒന്ന് ഉറക്കവും ഉണർച്ചയൊക്കെ വേണം. നമ്മുടെ ജീവിതമാണ് ഈ പറഞ്ഞത്. വജഅൽന ലൈല ലിബാസ, രാത്രിയെ വസ്ത്രമാക്കി. ഒരു ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതമൊക്കെ വേണം നമുക്ക്. അതൊക്കെ പടച്ചവൻ ഉണ്ടാക്കി തന്നു. വജഅൽന നഹാറ മആശ, അത് മാത്രം മതിയോ? പോരാ, ജോലി വേണം, മഈശത്തിൻ്റെ മാർഗം വേണം. അതിന് പകലിനെ മഈശത്തിൻ്റെ മാർഗം തേടാനുള്ളതാക്കി തന്നു. വബനൈന ഫൗകക്കും സബ്അൻ ഷിദാദ, നിങ്ങൾ ജീവിക്കുന്നത് ഈ കൊച്ചു ഭൂമിയിൽ നിങ്ങൾക്ക് ഉപരിഭാഗത്ത് ഒരുപാട് അള്ളാഹുവിൻ്റെ ഭയങ്കര ശക്തമായ സൃഷ്ടികളുണ്ട്. അതിൽ നിന്നൊക്കെ കാവലാക്കി ആകാശത്ത് നിങ്ങൾക്കുമേൽ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. വജഅൽനാ സിറാജം വഹാജ, ഭൂമിയിൽ നിങ്ങൾക്ക് ഊർജ്ജം വേണം, അതിൻ്റെ സ്രോതസ്സാക്കിയിട്ട് സൂര്യനെ പടച്ചവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വഅൻസൽനാ മിനൽ ബുഅ്സിറാത്തി മാഅൻ സജ്ജാജ, പിന്നെ വെയിൽ മാത്രം പോരാ, നല്ല മഴ വേണം. കുത്തിച്ചരിയുന്ന മഴക്കാറുകളെ, മഴമേഘങ്ങളെ നിങ്ങൾക്ക് അവൻ ഉണ്ടാക്കി. അതിൽ നിന്ന് നല്ല ശക്തമായ മഴകൾ പെയ്യുന്നു. ലിനുഖ്രിജ് ബിഹി ഹബ്ബൻ വനബാത്ത, അത് മുഖേന ചെടികളും ജീവജാലങ്ങളൊക്കെ വളരുന്നു. വജന്നാത്തിൻ അൽഫാഫ, ഇടതൂർന്ന തോട്ടങ്ങൾ ഉണ്ടാകുന്നു. ജീവിതം പടച്ചോൻ പച്ച കണ്ട് പറഞ്ഞു, എല്ലാം പറഞ്ഞു. നമ്മളെ ജോലി, നമ്മളെ മക്കൾ, നമ്മളെ കുടുംബം, നമ്മളെ വീട് എല്ലാം പടച്ചോൻ പറഞ്ഞു. നമ്മളെ തോട്ടം, നമ്മളെ ഉപജീവന മാർഗം, ഇതൊക്കെ പടച്ചോൻ പറഞ്ഞു. എന്നിട്ട് പടച്ചോൻ പറഞ്ഞു അടുത്ത ആയത്ത് എന്താ? വജന്നാത്തിൻ അൽഫാഫ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, തീരുമാനത്തിൻ്റെ ദിവസം, സമയം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്, സ്ഥലം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്, അത് മീഖാത്താണ്. എന്തായിരിക്കും നമ്മളെ കാര്യത്തിലെ തീരുമാനം എന്താണ് എന്നുള്ള അറിയാനുള്ള ഒരു ബേജാറ് ഒരു ഈമാനുള്ള മനുഷ്യരുണ്ടാകും. എന്തായിരിക്കും നമ്മളെ കാര്യത്തിൽ പടച്ചോൻ്റെ തീരുമാനം? അള്ളാഹ് പറയാണ്, തീരുമാനം സമയം നിശ്ചയിക്കപ്പെട്ട് മീഖാത്താണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ പടച്ചോനെ മറന്ന്, ഈ ദിവസത്തെ മറന്ന് ജീവിക്കണ്ട എന്നാണ്. ശരിക്ക് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട്, ഇഹ്റാം കെട്ടുകയെന്ന്. അതിനും വേണ്ടിയിട്ടാണ് ഇഹ്റാം കെട്ടുക. നമ്മുടെ നാട്ടിൽ പറയുന്നൊരു വാക്കാണ്, ഇവിടെ പറയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാടുകളിലൊക്കെ പറയുന്ന വാക്കാണ്. അതിന് വേണ്ടിയിട്ട് അവനാണ്ട് ഇഹ്റാം കെട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിനു വേണ്ടി മാത്രം അങ്ങോട്ട് തീരുമാനിച്ചാണ്ട് ഒഴിഞ്ഞിറങ്ങി എന്നാണ് വാക്കിൻ്റെ അർത്ഥം, അല്ലേ? ശരിക്ക് ഇഹ്റാം നിങ്ങൾ നോക്കി, ശരിക്ക് അങ്ങോട്ടൊരു മടക്കത്തിൻ്റെ ഉള്ള ശരിക്കൊരു പ്രതീകം തന്നെ അല്ലേ? ഇപ്പോൾ സൗദി അറേബ്യയുടെ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ട്, രാജാവിൻ്റെ ഗസ്റ്റുകളായിട്ട് കുറേ ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തും വന്നു. ഇന്ത്യയിൽ നിന്ന് പോയി, കേരളത്തിൽ നിന്ന് പോയി, രാജ്യത്തിൻ്റെ പല ഭാഗത്തും വന്നു. ആ കൂട്ടത്തിൽ വലിയ വലിയ രാജാക്കന്മാരുണ്ട്. രാജാവിൻ്റെ ഗസ്റ്റുകളായി ഹജ്ജിന് വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ വലിയ വലിയ അംഗരക്ഷകരുള്ള, സുരക്ഷാ ഭടന്മാരുള്ള, ചുറ്റും സുരക്ഷാ ഭടന്മാരുള്ള രാജാക്കന്മാരുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് മക്കത്തേക്ക് വന്നത്? എല്ലാവരും ഒരു വെള്ളത്തുണി ഉടുത്തൊരു വെള്ളത്തുണി പുതച്ചിട്ട്, അവരറിയുന്നൊരു വേഷം ഉണ്ടാകും. ഒരു രാജ്യത്തിൻ്റെ രാജാവ് ചിലപ്പോൾ അറിയപ്പെടലിന് അയാളെ വേഷവിധാനം കൊണ്ടായിരിക്കും. അവിടെ ആ നാട്ടിലൊരു വേഷം ഉണ്ടാകും, അറിയപ്പെടലെന്ന്. എങ്ങനെ അവിടെ എത്തിയപ്പം ഇത് ഏത് രാജാവാണോ പ്രജയാണോ ആരാണെന്നൊന്നും അറിയില്ല, എല്ലാവരും ഒരേപോലെ. എവിടുക്കാ പോണത്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹുവേ നിൻ്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. അള്ളാഹിൻ്റെ വിളിക്കുത്തരം കൊടുത്ത് അള്ളാഹിൻ്റെ അടുക്കലേക്കാണ് പോണത്. പോകുന്നത് എല്ലാവരും ഒരേപോലെ. അതാണ് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. എല്ലാവർക്കും ഒരു മീഖാത്ത്, ഏത് നാട്ടുകാർ വരികയാണെങ്കിലും ആ നാട്ടുകാർക്കൊക്കെ ഒരു മീഖാത്ത് നിർണ്ണയിച്ചിട്ടുണ്ട്. അവിടുന്ന് ആ വേഷം മാറാതാണ്ട് പോകാൻ പറ്റൂല. ആ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാതെ ആ നാട്ടിൽ പോകാൻ പറ്റൂല, നിർബന്ധമാണ്, റുക്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലേക്ക് ഇത് നൽകേണ്ട സന്ദേശം അതാണ്. ഇനി നോക്കൂ നിങ്ങൾ, സൂറത്ത് മുർസലാത്തിൽ അല്ലാഹ് പറയാണ്, തീർച്ചയായും
മീഖാത്ത് അത് നിശ്ചിതമാണ്. ആയത്ത് കേട്ടോളൂ. യൗമലാ യുഗ്നി മൗലൻ അൻ മൗലൻ ഷൈആ. തീർച്ചയായും നിർബന്ധമായും അവരെല്ലാവരും ഒരു നിശ്ചിത സമയത്ത് വന്നെത്തുക തന്നെ ചെയ്യും. ആ ദിവസം അവർക്ക് ഒരാൾക്കും ഒരു ബന്ധുവും മറ്റൊരു ബന്ധുവിനും ഒരു ഉപകാരവും ചെയ്യൂല, ഒരു സഹായവും അവർക്ക് കിട്ടൂല, അള്ളാഹുവിൻ്റെ റഹ്മത്തുള്ളവർക്കൊഴികെ എന്ന് അള്ളാഹു തആല പറഞ്ഞു വെച്ചു. ഒരു ബന്ധുവും ഒരു ബന്ധുവിന് ഉപകാരപ്പെടാത്ത ദിവസമാണ് യൗമുൽ ഫസ്ൽ. ഖുർആൻ അള്ളാഹ് ചോദിക്കുകയാണ്, എന്താണ് യൗമുൽ ഫസ്ൽ? വമാ അദ്റാക യൗമുൽ ഫസ്ൽ. യൗമുൽ ഫസ്ലാണല്ലോ മീഖാത്ത് തീരുമാനം. അതെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. വൈലും യൗമ ഇതിലിൽ മുഖദ്ദിബീൻ. അന്ന് നിഷേധിച്ചവർക്കൊക്കെ ഭയങ്കരമായ നാശം തന്നെയായിരിക്കും. അവരുടെ തീരുമാനം അത് നാശത്തിൻ്റെ തീരുമാനമായിരിക്കും ഉണ്ടാവുകയെന്ന്. ആരെ പറ്റിയെന്നറിയോ? കേട്ടോളൂ, നമ്മളതിൽ പെടരുത്. ഇന്നഹും കാനു കബില ദാലിക മുത്രഫീൻ. സുഖലോലുപരായി ജീവിച്ചവരുടെ കാര്യത്തിൽ പടച്ചോൻ്റെ തീരുമാനം അത് നാശം തന്നെയായിരിക്കും. ഈ ദുനിയാവിൽ സുഖലോലുപർ എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാരത്തിൽ താമസിക്കാണ്ട് വിചാരിക്കേണ്ട. പടച്ചോൻ തന്നതുകൊണ്ട് നമ്മൾ ഉള്ള മാതിരിയൊക്കെ ജീവിക്കുക, സുഖിച്ച് ജീവിക്കുകയാണ്. ഈ സുഖിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോനെ മറന്നുള്ള ജീവിതം. ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്ന ആളും സൗകര്യത്തോടെ സുലൈമാൻ നബി ജീവിച്ചില്ലേ, ദാവൂദ് നബി ജീവിച്ചില്ലേ? അവരെങ്ങനെ ഒരു രാജാക്കന്മാരല്ലേ? അവർ സുഖിച്ച് ജീവിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവരാരാണ്? അബ്ദൻ ഷക്കൂറ, ആല ദാവൂദ ശുക്ര. ദാവൂദ് നബിൻ്റെ കുടുംബ സുലൈമാൻ നബിയിലെ മോനാണ്. ആ കുടുംബത്തെക്കുറിച്ച് അള്ളാഹ്ക്ക് നന്ദി കാണിച്ചു എന്ന്. പടച്ചോനെ മറക്കാതെ ജീവിച്ചോലാ. അപ്പോൾ ഒരു കുടിലാണ്. 3 നേരം കഞ്ഞു കുടിക്കാനേ വകയുള്ളൂ, എന്നാലും എന്നാലും നിസ്കരിക്കൂല, അള്ളാഹിൻ്റെ കൽപ്പന അനുസരിക്കൂല. പടച്ചോനെ മറന്ന് പരലോകത്തെ മറന്ന ജീവിതമെങ്കിൽ അത് സുഖലോലുപതയുള്ള ജീവിതം. മനസ്സിലായില്ലേ? അതല്ലാതെ തെറ്റിദ്ധരിക്കണ്ട. അള്ളാഹ് പറയാണ് അവൻ്റെ തീരുമാനം യൗമുൽ ഫസ്ലിൽ മോശമായിരിക്കും. വക്കാന യുസിറൂന അലൽ ഹിൻസിൽ അളീം. അടുത്തത്, തെറ്റിൽ ഷടിച്ച് നിൽക്കുന്നവർ. തെറ്റാണെന്ന് അറിയാം, എന്നാലും ഇത്തനക്കും മാറൂല. തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നറിയാം, ഒരു തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും അതന്നെ ചെയ്യുക. അവൻ്റെ യൗമുൽ ഫസ്ൽ, അത് മീഖാത്താണല്ലോ, ആ തീരുമാനത്തിൻ്റെ ദിവസം അത് വളരെ മോശമായ തീരുമാനമായിരിക്കും. വക്കാനു യഖൂലുന ഇദാ മിത്ന വകുന്ന തുറാബൻ വഇളാമന ഇന്നാ ലമബൂസുൻ. പിന്നെ ചില ആൾക്കാർ ഇന്നിങ്ങനെ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാർക്കിടയിലൊക്കെ മതനിഷേധം, ദൈവനിഷേധം. അങ്ങനെ മരിച്ച മണ്ണായി വീണ്ടും നമ്മളെ എല്ലും മണ്ണൊക്കെ രണ്ടാമതും ഇങ്ങനെ കൂട്ടി ഒരു സൃഷ്ടിപ്പ് വരുമോ? അവ ആബാഉനൽ അവ്വലൂൻ, നമ്മളെ പൂർവികന്മാരായ വാപ്പാരൊക്കെ ഈ മരിച്ച കബറിൽ കിടക്കുന്ന എല്ലാവരും അങ്ങനെ വരുമോ? ചോദ്യമാണ്, നിഷേധമാണ്. അള്ളാഹ് പറയാ കുൽ, എന്നാ ചോദിക്കുന്നോട് പറയാ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ. നിങ്ങളും വരും, നിങ്ങളെ വാപ്പാരും പൂർവികർക്ക് എല്ലാവരും വരും. മുൻഗാമികളും പിൻഗാമികളും എല്ലാവരും ലമജ്മുഊന ഇലാ മീഖാതി യൗമി മഅലൂം. എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. ഇലാ മീഖാത്തി യൗമി മഅലൂം. അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. അറിയപ്പെടുന്ന ഒരു ദിവസത്തേക്ക്, ഒരു നിശ്ചിത സമയത്തേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല പറയണം. അത് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹ് പറയുന്നത് യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ ആർക്കും ഉപകാരപ്പെടൂല. അറഫങ്ങൾ നോക്കി, മിന നോക്കി, മുസ്ദലിഫ് നോക്കി, എന്താണൊക്കെ അവിടുത്തെ അവസ്ഥ? ലക്ഷങ്ങൾ ഒരാളെയും നോക്കണില്ല, അവനാൻ്റെ സ്വന്തം കാര്യം. അതല്ലേ മഹ്ശർ? ആളുകളങ്ങനെ കൂട്ടമായി അറഫയിൽ നിന്ന് അങ്ങനെ ഒഴുകാണ് മുസ്ദലിഫയിലേക്ക്. അള്ളാഹ് പറയാം, നാളെ പരലോകത്ത് കൂട്ടമായി റബ്ബിനടുക്കിലേക്ക് അവർ വരും. എല്ലാം മിനയും മുസ്ദലിഫയിലെ ആ റോട്ടിൽ കിടക്കുകയാണ് അവർ. അവിടെ രാത്രി കഴിച്ചു കൂട്ടാണ്. തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും അവരാഗ്രഹിക്കുന്ന ഇന്നലെ വരെ കിടന്ന മെത്തയും സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. ജംറയിൽ എറിയാൻ അവിടുന്ന് കല്ല് പെറുക്കിയിട്ട് പോവുകയാണ് എല്ലാവരും. മഹ്ശറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഒരുമിച്ച് കൂടലാണ് സഹോദരങ്ങളെ മിനയും മുസ്ദലിഫയും എല്ലാം. മിനയിൽ കണ്ടില്ല നിങ്ങൾ തമ്പുകൾ, ഒരാൾക്ക് ചെരിഞ്ഞു കിടക്കാൻ മാത്രമുള്ള സ്ഥലമേ ഉള്ളൂ. അവിടെ ഖബറിനെ ഓർമ്മിപ്പിക്കുന്ന ടെൻറ്റുകളാണ്. ഇതൊക്കെ മഹ്ശറയെ, ഇതെല്ലാം സഹോദരങ്ങളെ ഒരു മീഖാത്ത്, അത് ഹജ്ജുമായി ബന്ധപ്പെട്ടതില്ല. നമുക്കെല്ലാവർക്കും അത്തരം ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ബന്ധുവും ഒരു ബന്ധുവിന് ഉപകാരപ്പെടില്ല. അങ്ങനെയാണ് മക്കൾക്ക്, കുടുംബത്തിനൊക്കെ ഹജ്ജിന് പോകാതെ ഉള്ള പൈസ, ഉള്ള സമ്പത്ത് അതൊക്കെ ഇങ്ങനെ കൂട്ടിവെച്ച് ഒരുമിച്ച് കൂട്ടിവെച്ച് അത് ഞാൻ മരിച്ച എൻ്റെ മക്കൾക്കൊന്നും ഉണ്ടാവില്ല. ഈ മക്കൾക്ക് സമ്പത്ത് വിട്ടു പോകാൻ വേണ്ടിയിട്ട് ഹജ്ജിന് പോകാൻ ബാധ്യത ഉണ്ടായിട്ടും ഹജ്ജിന് പോകാതെ ഇതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ച ആൾക്കാർ ചിന്തിക്കുക. അള്ളാഹ് പറയുക, ഒരു ബന്ധുവിന് ഉപകാരപ്പെടുന്ന ദിവസം, തീരുമാനത്തിൻ്റെ ദിവസം. ഇന്നമാ തുഅദുന ലവാഖിഅ, തീർച്ചയായും ആ വാഗ്ദാനത്തിന് ദിവസം നടപ്പിൽ വരിക തന്നെ ചെയ്യും. വൈദ നുജൂമു തുമിസത്ത്, നക്ഷത്രങ്ങൾ തുടച്ചു നീക്കപ്പെട്ടാൽ. വൈദ സമാഉ ഫുരിജത്ത്, ആകാശം അത് തുടർന്ന് വിടർത്തപ്പെട്ടാൽ. വൈദൽ ജിബാൽ നുസിഫത്ത്, പർവ്വതം അത് പൊടിക്കപ്പെട്ടാൽ. വൈദർ റസുൽ ഉഖിതത്ത്,
പ്രവാചകന്മാർക്ക്, ദൈവദൂതന്മാർക്ക് നിശ്ചിത സമയം, ആ സമയം നിശ്ചയിക്കപ്പെട്ടാൽ ലി അയ്യ യൗമിൻ ഉജ്ജിലത്, ഏതൊരു ദിവസത്തേക്കാണ് അവർക്ക് അവധി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്? ലിയൗമിൽ ഫസ്ൽ, ഏത് ദിവസത്തേക്കാണ് അവർക്ക് അവധി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്? അതൊരു ചോദ്യം ചോദിക്കുക. ലി അയ്യ യൗമിൻ ഉജ്ജിലത്, ഏത് ദിവസത്തേക്കാണ് അവധി അജൽ നിശ്ചയിക്കപ്പെട്ടത്? ലിയൗമിൽ ഫസ്ൽ, അത് യൗമുൽ ഫസ്ലിലേക്കാണ്. തീരുമാനത്തിൻ്റെ ദിവസത്തേക്ക് അവധി നിശ്ചയിക്കപ്പെട്ടുള്ള ആ തീരുമാനം സഹോദരങ്ങളെ നമ്മുടെയൊക്കെ കാര്യത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ആ ആലോചനയിൽ നമുക്കൊരു ഉത്തരം കിട്ടണം. നമ്മളെ ഭാവി ജീവിതം ധന്യമായി തീരണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ യൗമുൻ നഹർ, ദുൽഹജ്ജ് 10 യൗമുൻ നഹറാണ്. ഭൂമിയിലെ ഏറ്റവും മഹത്തരമായ ദിവസങ്ങളിൽപ്പെട്ടൊരു ദിവസമാണ്. ഹദീസുകളിൽ ധാരാളം ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ വന്നിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നാളെ നമ്മൾ ചെയ്യേണ്ട പ്രത്യേക ഇബാദത്ത് പെരുന്നാൾ നമസ്കാരമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈദ്ഗാഹ് തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മഴയില്ല എങ്കിൽ സാധാരണ ഈദ്ഗാഹ് നടക്കുന്ന നമ്മുടെ മൈതാനത്ത് തന്നെ അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മുടെ ബഹുമാനനായ ബഷീർ സാഹിബ് അവിടെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. മഴ ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ നമ്മുടെ ഈദ്ഗാഹ് നടക്കുന്നിടത്ത് നടക്കും. ഇല്ല എങ്കിൽ നമ്മളെ പള്ളിയുടെ ഭാരവാഹികൾ നമ്മുടെ ഈ മുറ്റത്ത് ഒരു ഷീറ്റ് അവർ കെട്ടി ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സ്ത്രീകൾക്കടക്കം പങ്കെടുക്കാൻ പറ്റിയ രൂപത്തിൽ. അപ്പോൾ നാളത്തെ പെരുന്നാൾ നമസ്കാരത്തിൽ ഈദ്ഗാഹ് ആണെങ്കിലും പള്ളിയിൽ വെച്ചുള്ള നമസ്കാരമാണെങ്കിലും ഇൻഷാ അല്ലാഹ് സ്ത്രീകൾക്ക് കൂടി പങ്കെടുക്കാനുള്ള, കുട്ടികൾക്കൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. കൃത്യം 7:15 ഇൻഷാ അല്ലാഹ് നമ്മുടെ നമസ്കാരം ആരംഭിക്കുക. 7:15 തന്നെ കൃത്യ നമസ്കാരത്തിന് പള്ളിയിലാണെങ്കിലും ഈദ്ഗാഹിലാണെങ്കിലും അവിടേക്ക് കൃത്യമായി എത്തിപ്പെടുക. തക്ബീർ അറഫ ദിവസം മുതൽ ചൊല്ലിത്തുടങ്ങേണ്ടതാണ്. ഇന്ന് മുതൽ ചൊല്ലിത്തുടങ്ങണം. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ബലിപെരുന്നാളിൻ്റെ തക്ബീർ അറഫ മുതൽ ആരംഭിക്കേണ്ടതാണ്. ഏതുവരെ? ദുൽഹജ്ജ് മാസം 13 അയ്യാമു തശ്രീക്ക് അസർ വരെ ആവർത്തിക്കണം. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ അത് ചെല്ലാവുന്നതാണ്. അത് പ്രത്യേകം നമ്മളെ മനസ്സിലുണ്ടാകണം. തക്ബീർ ചൊല്ലിക്കൊണ്ടായിരിക്കണം ഈദ്ഗാഹുകളിലേക്ക് വരേണ്ടത്. ഈദ്ഗാഹുകൾ നേരത്തെ ഉളു ചെയ്ത് മുസല്ലയുമായി വന്ന് തക്ബീർ ചൊല്ലി ആദ്യത്തെ 1ാമത്തെ സഫിൽ തന്നെ സ്ഥാനം പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ പ്രധാനമായ ഇബാദത്ത് ഉളുഹിയ്യത്താണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ നമസ്കാരം കഴിഞ്ഞ ഉടനെ അത് നിർവഹിക്കപ്പെടും. അതുമായി ബന്ധപ്പെട്ട എല്ലാവരും, ഷെയർ കൊടുത്ത ആളുകളും അതിനെ സഹായിക്കാൻ ഖിദ്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളും എല്ലാവരും അതിൽ പങ്കെടുക്കണം. അതിലേക്ക് നമ്മളതിൻ്റെ മാംസമോ രക്തമോ ഒന്നുമല്ല, അള്ളാഹുവിലേക്ക് എത്താൻ നമ്മളെ തഖ്വയാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബലി അറുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ മര്യാദകളൊക്കെ പാലിക്കണം. ബലിമൃഗത്തോടുള്ള ആദരവുകൾ മറക്കാതിരിക്കുക. നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കണം. ആരും അറുത്ത് പഠിക്കണ അവസ്ഥ ഉണ്ടാവരുത്. പഠിച്ച ആളുകളായിരിക്കണം അത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ സ്വീകരിക്കണം. ഒരു മൃഗത്തെ അറുക്കുന്നത് മറ്റു മൃഗം കാണരുത്. ആ രൂപത്തിലൊക്കെയുള്ള ഇസ്ലാമികമായ മതപരമായ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം. അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി വമിൻ അഹ്ലി ബൈത്തി, അള്ളാഹുവേ എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും, അല്ലെങ്കിൽ അല്ലാഹുമ്മ തഖബ്ബൽ അന്നി വഅൻ അഹ്ലി ബൈത്തി, എന്നിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. തക്ബീർ ചൊല്ലുക. ഇനി ഒരാൾ അറുക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണെങ്കിൽ ബിസ്മില്ലാ അല്ലാഹുമ്മ തഖബ്ബൽ മിൻ ഫുലാൻ, എന്നിൽ നിന്നും എന്നെ ഇത് ഏൽപ്പിച്ച ഇന്നാലെന്ന ആളിൽ നാളെ പേരവിടെ പറയുക, അത് കബൂൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം അറിവുകൾ നടത്തേണ്ടത്. പിന്നെ അതിൻ്റെ മാംസങ്ങളെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കൃത്യമായി അതിൻ്റെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകളിലും സഹായിക്കാനും സഹകരിക്കാനും നമുക്കെല്ലാവർക്കും ഈമാൻ നൽകി തഖ്വ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടുവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ വസിയത്ത് പറഞ്ഞവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും രോഗശമനം നൽകുമാറാവട്ടെ. ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ട ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഉമ്മാക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.
എൻ്റെ നാട്ടുകാരിയായ നമ്മുടെ ബഹുമാനനായ നഹാസാഹിബിൻ്റെ ഒക്കെ മകൾ ആയിഷ ബീവി, അവർ മൂത്ത മകളാണ്. അതുപോലെ തന്നെ അബ്ദുറബ് സാഹിബിൻ്റെ സഹോദരിയാണ്. എൻ്റെ ഒരു മാർഗദർശി കൂടിയായിരുന്ന മഹമ്മൂദ് നഹാ സാഹിബിൻ്റെ ഭാര്യയാണ്. അവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഇന്ന് രാവിലെയാണ് അവരുടെ ജനാസംസ്കാരം നടന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹ്യാഹും മിൻഹും വൽ അംവാസ് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനന്നാർ വറിഖാബ آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.